ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു ഈദ് ബ്ലോഗായിട്ടാണ്. സോ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മളെ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്. അപ്പം ഇന്ന് മുതൽ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തേതും നാളത്തേതൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇവിടെ മുതലാണ് കേട്ടോ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ഡ്രൈവിന് പോയതാണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കാർ ഓടിച്ച് ഇങ്ങനെ നടന്ന് നേരെ വീട്ടിൽ കയറി. വീട്ടിലെത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെന്നുള്ളൂ. വീട്ടിലെത്തി നമ്മൾ നേരെ മൈലാഞ്ചി ഇടാനിരുന്നു. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് പിന്നെ അധികം പണിയൊന്നും എടുക്കാതെ നമ്മൾ നേരെ കിടന്നുറങ്ങി. അപ്പം ഗായ്സ്, ഇന്നാണ് നമ്മളെ പെരുന്നാൾ. അപ്പം എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് നൈബേഴ്സിൻ്റെ വീട്ടിൽ പോകണം, കസിൻസ്. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ വീട് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിരിക്കുന്നു. എന്നാലും ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ബെഡ്ഷീറ്റ് വിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. പിന്നെ ഇനി ഫുഡ് കഴിക്കാനുണ്ട്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാം. ഞാനിതാ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഞാൻ ഭയങ്കര ലൈറ്റായിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. ഹെവി കഴിച്ചാൽ പിന്നെ പായസം ഒന്നും കുടിക്കാൻ പറ്റില്ല. പിന്നെ ഫുഡിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി, അങ്ങനത്തെ പരിപാടിയൊക്കെ നോക്കി. പിന്നെ കിച്ചണിലൊന്ന് പോയിട്ട് ജസ്റ്റ് തല ഇട്ട് വന്നു കേട്ടോ. അവിടെ ഞാൻ കുറേ നേരം നിന്നാൽ അത് ഡിസ്റ്റർബൻസ് ആവും എനിക്ക് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ പള്ളിപ്പോക്കുകാരൊക്കെ അങ്ങനെ പോയിട്ടുണ്ടേനു. പിന്നെ ഞാൻ മാറ്റിയതിന് ശേഷമാണ് അവർ വന്നത്. അപ്പം ഗായ്സ്, ഞാൻ കുളിച്ചു, മാറ്റി, ചായ കുടിച്ചു. മാറ്റിയിട്ടില്ല ഗൈസ്, നമുക്ക് പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഇടാനുണ്ട് ഗായ്സ്. നമ്മളിവിടെ വീട്ടിലുള്ള എല്ലാ പണികളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യാനുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാനിതാ മാറ്റിയിട്ടുണ്ട്. എൻ്റെ കോസ്റ്റ്യൂം ഞാൻ കാണിച്ചു തരാം ഗൈസ്. അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ കാണിച്ചു തരാം. അടിപൊളിയാണോ, രസമുണ്ടോ എന്നൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ഇതാ നമ്മളെ വീട്ടിലേക്ക് ഓരോരുത്തർ വരലും നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോവലും അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികളാണ് ഗൈസ്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ബിരിയാണി ആയിരുന്നു ഫുഡ്. എൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ രാത്രി ഓലെ വീട്ടിലാണ് പോയി കഴിച്ചത്. ഒറ്റയ്ക്ക് കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ലല്ലോ. പിന്നെ നമ്മൾ നേരെ ഫറോക്കിലേക്ക് പോയി. ഫറോക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മൻ്റെ വീടാണ് കേട്ടോ. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ നേരെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. ഇവിടെ അടുത്ത് തന്നെ ഫറൂഖ് കോളേജിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. നമ്മളെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. അവിടെ പോയി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ നമ്മളെ ഇപ്പൻ്റെ കുറച്ച് കസിൻസിൻ്റെ വീട്ടിലേക്കൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗായ്സ്, ഞാനിതാ എല്ലാ തെണ്ടൽ പരിപാടിയും കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ മൂത്തൻ്റെ അവിടെ പോകും, അത്ര പരിപാടിയേ ഉള്ളൂ. സോ ഈ ഡ്രസ്സൊന്ന് മാറ്റട്ടെ, ഭയങ്കര ചൂടണ്ട. ഞാൻ മാറ്റിയിട്ട് വരാം. ബൈ ഗായ്സ്, ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മൂത്തനാടേക്ക് പോവാണ്. മൂത്തൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. അപ്പം നമുക്ക് പോവാം. മൂത്തൻ്റെ വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. സോ നമ്മൾ നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്രയോ നമ്മൾ ഹെയ്സിൻ്റെ കൂടെ കുറേ കളിച്ചു. അവിടെ പോകാമെന്ന് പറഞ്ഞാൽ ഹെയ്സിൻ്റെ കൂടെ കളിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവിടെ പോവാറ്. അതിൻ്റെ ഉള്ളിൽ കൂടി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കളീൻ്റെ തിരക്കിലായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഓനിന്നെ കുളിപ്പിച്ച് തരുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ ഓരോരോ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയത് ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ്. ഭയങ്കര ടയർഡായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ എടുത്തിട്ടില്ല, വീട്ടിൽ പോയതിന് ശേഷമുള്ള വീഡിയോ എടുത്തിട്ടില്ല. ഇത്രയാണ് ഈ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.